ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് നമ്മളൊരു ലോങ് വോൾഫ് കളിച്ച ഒരു കിഡിലൻ ലോങ് വോൾഫാണ്. അടിപൊളി ലോങ് വോൾഫാണ്. വൺ ടാപ്പ് കിഡിലൻ വൺ ടാപ്പ് അടി ഗൈസ്. ആദ്യം തന്നെ എൻ്റെ അടുക്കലായിരുന്നു. ഞാൻ എന്തെടുത്തു? ഡെസേർട്ട് എടുത്തു. ഞാനാണെങ്കിൽ പുലിക്കുട്ടിയെ പോലെ എടുത്താണ്. ഞാൻ എന്താ പറയുക, അങ്ങനെ ഡെസേർട്ട് എടുത്തിട്ടുണ്ട്. ഡെസേർട്ടായിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ അവനെ വൺ ടാപ്പ് അടിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെസേർട്ട് മാത്രം എടുത്തിട്ടാണ് ചെല്ലുന്നത്. നമ്മൾ ആദ്യം അടിച്ചു, അത് കൊണ്ടില്ല കേട്ടോ. നമ്മൾ വെറുതെ ഇരിക്കുകയാണ് അറിയാതെ. നമ്മൾ എന്നിട്ട് നേരെ കയറി ചെല്ലാന്ന് റഷ് ചെയ്തു. ഒരടി കൊടുത്ത് കൊണ്ടില്ല. അടുത്ത അടി കൊടുത്തതിൽ അവൻ ചത്തു. വൺ ടാപ്പ് കയറി, മനസ്സിലായ? അപ്പോൾ ആ ഇതിൽ വൺ ടാപ്പ് കയറി. ഇനി സെക്കൻഡ് റൗണ്ട് ആയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ട് പറഞ്ഞാൽ നമ്മൾ അവനെ വൺ ടാപ്പ് അടിക്കുക എന്നുള്ള ഒരു ഇതിൽ തന്നെ ചെല്ലുകയാണ്. ഇതാ സെക്കൻഡ് റൗണ്ട് നമ്മളിത് അതിൻ്റെ മേൽ കൂടെ കയറിയിട്ട് ചാടുകയാണ് ഇതിന്മേന്ന്. എന്നിട്ട് അവിടെ നിന്ന് ഒരു അടിച്ചപ്പോൾ അവൻ ചത്ത്. വൺ ടാപ്പ് അടിച്ചിട്ടു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ആ 2 റൗണ്ട് സിമ്പിളായി ഞാൻ എടുത്തു. ഇതാ മൂന്നാമത്തെ റൗണ്ടാണ്. മൂന്നാമത്തെ റൗണ്ട് അവനാണ് എടുക്കുന്നത്. അവനാണെങ്കിലോ ഗണ്ണ് എടുത്തിരിക്കണ ഗണ്ണ് ഏതാ വെച്ചാൽ M80. എൻ്റെ പൊന്നെ, M80 ഒക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത്. ഓക്കെ, നമുക്ക് കളിക്കാം എന്ന് വിചാരിച്ച് ഞാനും എടുത്ത് M80 എടുത്ത്. ആദ്യം ഞാൻ ലോങ് കയറാതെ ഷോർട്ട് ഇറങ്ങാതെ ഇത്തിരി ലോങ് നിന്ന് കളിപ്പിച്ച്. എന്നിട്ട് ഞാൻ ഇറങ്ങി പാടെ തന്നെ എനിക്ക് കുറച്ചായിട്ട് കൊണ്ട് ഞാൻ വിചാരിച്ച് ചത്ത്. നമ്മൾ കയറി ചെന്ന് റഷ് ചെയ്ത് വൺ ടാപ്പ് കൊണ്ട് അടിച്ചിട്ട് ഒരു വൺ ടാപ്പ് അടിച്ചു കൊടുത്ത്. നൈസിൽ ഒരു വൺ ടാപ്പ് അടിച്ചു. അങ്ങനെ 3 റൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അടുത്ത 4ാമത്തെ റൗണ്ടാണ് ഗൈസ്. 4ാമത്തെ റൗണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കാം. നമ്മൾ 4ാമത്തെ റൗണ്ട് കിട്ടിലായിട്ട് വൺ ടാപ്പ് അടിക്കണമെന്നുണ്ട്, നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ 4ാമത്തെ റൗണ്ട് ഇതിൻ്റെ മേലെ തന്നെ നേരത്തെ പോലെ ചെറുതായി കളിപ്പിക്കുകയാണ് അവനെ. എന്നിട്ട് എന്ത് ചെയ്ത് ഒരടി അടിച്ചു കൊണ്ടില്ല, 2 അടി അടിച്ചു കൊണ്ടില്ല ഗൈസ്. 2 അടിയും കൊണ്ടില്ല. ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ മേലെ കൂടെ എടുത്ത് ചാടി നോക്കിയപ്പോൾ ഭാഷയാണ് ഇവിടെ. ഞാൻ ഒരടി അടിച്ച് ഗ്ലൂ ഇട്ടിട്ട് നൈസ് ഈ സൈഡിൽ കൂടെ വന്നപ്പോണ്ട് ഗൈസ് പോട്ടെ. അപ്പോൾ ഒന്നും നോക്കിയില്ല, നമ്മൾ ഒന്ന് സൈഡിൽ കൂടെ ചെരിഞ്ഞ് ഒറ്റടി വൺ ടാപ്പ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ഞാൻ വൺ ടാപ്പ് അടിച്ചു. അത്രയേ ഉള്ളൂ ഗൈസ്. ലാസ്റ്റ് റൗണ്ടാണ്. ലാസ്റ്റ് റൗണ്ട് ഞാൻ ആണെങ്കിൽ UMP ആണ് ആദ്യം എടുത്തത്. പിന്നെ വിചാരിച്ച് വേണ്ട, പടക്കം കണ്ണ് എടുക്കാമെന്ന് വിചാരിച്ച് പടക്കം കണ്ണ് എടുത്തിട്ട് ഞാൻ പടക്കം കണ്ണ് എടുത്തിട്ട് ചെന്നു. ഈ കളിയാണ് മോനെ ഒരു പൊട്ടത്തരം പറ്റിയത്. കണ്ടുനോക്ക്, പൊട്ടത്തരം പറ്റിയെന്ന് പറഞ്ഞാൽ ഇതാണ് പൊട്ടത്തരം പറ്റിയത് ഗൈസ്. 4ാമത്തെ റൗണ്ട് വെച്ചിട്ട് ഗൈസ് എനിക്കാണെങ്കിൽ വലിയ പടക്കം കൊണ്ട് കളിക്കാറില്ല. ഞാൻ വിചാരിച്ച് പടക്കം കൊണ്ട് കളിച്ച് പഠിക്കാമെന്ന് വെച്ചിട്ട് എടുത്തതാണ്. അവൻ കുറേ അടിക്കാൻ നോക്കിക്കൊണ്ടില്ല. എന്നിട്ട് അടുത്തൊരു അടി അടിച്ചപ്പോൾ 12 കൊണ്ടിരിക്കണു. ഞാനാണെങ്കിൽ ഫുള്ള് വൺ ടാപ്പ് അടിക്കാനാണ് നോക്കിയത്. അതാണ് എൻ്റെ പറ്റിയ മെയിൻ മിസ്റ്റേക്ക്. കുത്തി പിടിച്ചാൽ മതിയായിരുന്നു. ഞാനാണെങ്കിൽ വൺ ടാപ്പ് അടിക്കാനാണ് നോക്കിയത്. പിന്നെ നോക്കിയപ്പോൾ ഡാഷാനും ഇവിടെ ഒന്നും കാണില്ല. ഞാൻ ഒരു ഫ്ലാഷ് ഫ്രീസ് എടുക്കുമ്പോഴേക്കില്ല ബാക്കിൽ നിന്ന് കിട്ടി. അപ്പോൾ ബാക്കിലുണ്ടെന്ന് മനസ്സിലായി. ഞാൻ 63ൻ്റെ ഒരു ബോഡി ഡാമേജ് കൊടുത്തിട്ട് കയറി ചെന്നപ്പോൾ അവൻ്റെ ചാമ്പി അങ്ങനെ സ്കോർ ബോർഡ് 4-1 എന്നുള്ള നിലയിലായിരിക്കണം. 4-1 ലാസ്റ്റ് റൗണ്ട്. ഞാൻ എങ്ങനെയെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ആണ് കയറി ചെല്ലാൻ പോണത്. ഗൈസ് ലാസ്റ്റ് റൗണ്ടാണ്. ഞാൻ കുത്തി പിടിച്ചാലും എടുക്കും ഗൈസ്. പടക്കം കണ്ണായിട്ട് കളിക്കാനൊന്നും അറിയില്ല. ഈ പടക്കം കണ്ണായിട്ട് കുത്തി പിടിക്കാന്ന് വെച്ചിട്ട് കുറെ ക്യാരക്ടർ നോക്കിയപ്പോൾ കൊണ്ടുപോയി നമുക്ക് നേരെ കുത്തി പിടിക്കാണ് കേട്ടോ. ആണെങ്കിൽ നേരെ റഷ് ചെയ്ത് കുത്തി പിടിച്ചു. ആ കളി എൻ്റെ അടുത്ത് ഗൈസ്. അപ്പോൾ ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.